ഉപതെരഞ്ഞെടുപ്പ് നടന്നയിടങ്ങളിൽ വോട്ടെണ്ണൽ 8 മണിക്ക് ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. ശക്തമായ പോരാട്ടം നടന്ന പാലക്കാട് ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ നേതൃത്വം. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ പരാജയപ്പെട്ടത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മുടെ പ്രതിനിധികൾ ഇപ്പോൾ മുതൽ തത്സമയം ചേരുകയാണ്. വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് അരുൺ ആലത്തൂർ, കോളേജിന് മുൻവശത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം, സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പം ചേരും ശിവദാസ്, സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കിരൺ എന്നിവരും ചേരും. നമുക്ക് ശിവദാസിലേക്ക് പോകാം. ആദ്യം തന്നെ ശിവദാസ്, പാലക്കാട് വലിയ പ്രതീക്ഷയോടെ ഇന്ത്യയെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധ ആകർഷിക്കുന്നത്. മാത്രമല്ല വികസനം ചർച്ചയായ മണ്ഡലം എന്ന രീതിയിൽ കൂടി പല തിരഞ്ഞെടുപ്പുകളിലും പല വിഷയങ്ങൾ ചർച്ചയാകാറുണ്ട്. പക്ഷെ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ചയാകുന്ന കാഴ്ചകളാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് വികസനത്തിനുള്ള വോട്ടാണ് അവിടെ വീഴാൻ പോകുന്നത്. മാത്രമല്ല വലിയ വിജയപ്രതീക്ഷയോടെ ഇന്ത്യ നിൽക്കുന്നു. മറുവശത്ത് വലിയ ആശങ്കയോടെയാണ് മറ്റു മുന്നണികൾ നിൽക്കുന്നതും. എന്തൊക്കെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട് സ്ഥാനാർത്ഥി ക്യാമ്പ്? തീർച്ചയായും പാലക്കാടിനെ സംബന്ധിച്ച് NDA ക്യാമ്പിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു വോട്ടിന് ഭൂരിപക്ഷത്തിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. ഇന്ന് 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിലാണ്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിലാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. രാവിലെ പല്ലശ്ശന മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം ഇപ്പോൾ താരേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ, താരേക്കാട് നീരാട്ട് ഗണപതി ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ രാവിലെ മുതൽ തന്നെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിലാണ് ഉള്ളത്. എന്തായാലും വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. കാരണം നമുക്കറിയാം, നിരവധി വിഷയങ്ങൾ ഇവിടെ, വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളെല്ലാം തന്നെ ആർക്ക് അനുകൂലമാകും എന്നത് ഇനി അല്പ സമയത്തിനകം തന്നെ നമുക്ക് കണ്ടറിയാം. കാരണം 8 മണിക്ക് തന്നെ കൃത്യം കൗണ്ടിംഗ് ആരംഭിക്കും. NDAയെ സംബന്ധിച്ച് പ്രധാനമായും വികസനം തന്നെ അജണ്ടയാക്കിയുള്ള ഒരു പ്രചാരണമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് NDA ആണ്. അത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിൽ NDA നടത്തി കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് മുൻപിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് വെച്ച് തന്നെയായിരുന്നു ഒരു പ്രചാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം NDA ക്യാമ്പ് നടത്തിയത്. അതേസമയം LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും നിരവധി വിവാദങ്ങളിലൂടെയാണ് അവർ ഈ ഒരു 1.5 മാസത്തോളം കാലം ഈ പ്രചാരണ സമയത്ത് അവർ കടന്നുപോയത്. തുടക്കത്തിൽ തന്നെ UDF ക്യാമ്പിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ പ്രശ്നങ്ങളും പാളിച്ചകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ പി സരീൻ ആദ്യം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും പിന്നീട് പി സരീൻ ഇടത് ക്യാമ്പിലേക്ക് എത്തുകയും ഇടത് സ്ഥാനാർത്ഥിയായി അദ്ദേഹം പിന്നീട് മത്സര രംഗത്ത് ഇറങ്ങിയതും. പക്ഷേ തുടക്കം മുതൽ തന്നെ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം ഓരോ ഘട്ടങ്ങളിലായി കഴിഞ്ഞ 2021 അതോടൊപ്പം തന്നെ അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം ഓരോ ഘട്ടങ്ങളിലായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുൻകാലങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുൻപ് ഏകദേശം 30,000-ഓളം വോട്ട് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2016 അത് 40,000-ൽ കൂടുതൽ വോട്ടുകളായി വർദ്ധിപ്പിക്കാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ NDA ക്യാമ്പിനായി. അത് കഴിഞ്ഞ തവണ 50,000-ൽ കൂടുതൽ വോട്ടാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഇവിടെ പിടിച്ചത്. അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് NDA ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ഒരു പ്രതീക്ഷയും ഉള്ളത്. കാരണം ഇപ്പോൾ NDA വലിയ പ്രതീക്ഷയിൽ എത്താനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. കാരണം ഓരോ ഘട്ടത്തിലും വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുന്നു. കാരണം നിരവധി വികസന വിഷയങ്ങൾ തന്നെ അജണ്ടയാക്കിയുള്ള ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് പാലക്കാടിനെ ഒരു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ 300 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കി. അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഫണ്ടും ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പ്രചാരണത്തിലൂടെ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാലക്കാട്ടുകാരൻ തന്നെയാണ്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട് പാലക്കാട് ജനിച്ചു വളർന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടിൽ പൾസ് അറിയുന്ന, പാലക്കാടിൻ്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയ, അത്തരത്തിൽ കൃത്യമായി ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ചെറുപ്പം മുതൽ തന്നെ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ഗുണം കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അത് വലിയൊരു നേട്ടമാകും എന്ന് അദ്ദേഹം കരുതുന്നു.
വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ NDA ക്യാമ്പ് അടക്കം അത്തരത്തിലുള്ള ഒരു വിവരത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും അത്തരത്തിൽ നിരവധി ഗുണങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി നേട്ടങ്ങൾ അവർക്ക് എടുത്തു പറയാനായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് BJPക്ക് നിലവിൽ 28 കൗൺസിലർമാർ ഈ പാലക്കാട് നഗരസഭയിൽ ഉണ്ട്. ഇതും നമുക്കറിയാം, നേരത്തെ ഭരണം UDFനും അതോടൊപ്പം തന്നെ LDF മാറി മാറിയിട്ടായിരുന്നു ഈ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി പിന്നീട് ഇവിടെ BJP വലിയ മുന്നേറ്റം നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് കഴിഞ്ഞ തവണ NDA ഭരണം പിടിച്ചെടുത്തു. അതിനുശേഷം വീണ്ടും അത് നിലനിർത്തി. അങ്ങനെ തുടർച്ചയായി രണ്ടാമത്തെ തവണ ഇപ്പോൾ പാലക്കാട് നഗരസഭ ഇപ്പോൾ NDA ഭരിക്കുന്നു. അത്തരത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി തന്നെയുള്ള ഒരു വളർച്ച തന്നെയാണ് BJPയെ സംബന്ധിച്ചും NDA ക്യാമ്പിനെ സംബന്ധിച്ചും ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എടുത്തു പറയാവുന്ന ഒരു ഘടകം. അതുതന്നെയാണ് ഇത്തവണ അവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നതും. BJPയെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തവണ 3859 വോട്ടുകൾക്ക് മാത്രമാണ് മെട്രോമാൻ E ശ്രീധരൻ ഇവിടെ പരാജയപ്പെട്ടത്. നമുക്ക് ഈ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ തന്നെ പാലക്കാട് നഗരസഭയിൽ പോളിംഗ് ശതമാനം അല്പം കുറഞ്ഞു, 4% കുറവുണ്ടെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വോട്ട് വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഇടങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ മൂത്താന്തറ, വടക്കുംതറ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു അനുകൂല ഘടകം തന്നെയാണ്. അത്തരത്തിൽ ഉള്ള ഒരു അതുതന്നെയാണ് BJPയെ സംബന്ധിച്ച്, BJP ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. അതോടൊപ്പം തന്നെ മറ്റ് 3 പഞ്ചായത്തുകൾ, പാലക്കാട് നഗരസഭയും പിരായിര്, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പിരായിര് പഞ്ചായത്ത് നേരത്തെ UDFന് അനുകൂലമായിരുന്നു. അതായത് അല്പം മേധാവിത്വം UDFന് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും BJPയും LDFും അവരുടെ ശക്തി തെളിയിച്ചിരുന്ന പ്രകടനങ്ങളെല്ലാം തന്നെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കണ്ണാടിയിലും മാത്തൂരിലും അല്പം മേധാവിത്വം LDFന് ഉണ്ട്. പക്ഷേ അത് ചെറിയൊരു 1000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അതെല്ലാം മാറി മറിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. കാരണം ഇത്തവണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവൽ വർക്കുകൾ ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ NDA ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അവിടെയെല്ലാം ക്യാമ്പ് ചെയ്ത പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ അവിടെ ക്യാമ്പ് ചെയ്ത് അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. ഓരോ വീടുകളിലും നിരവധി തവണ കയറിയിറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ BJP നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു ഘടകം തന്നെയാണ്, അനുകൂലമായി മാറും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്തരത്തിൽ NDAക്ക് വലിയ ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ അദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. NDA സ്ഥാനാർത്ഥി നേരത്തെ പല്ലശ്ശന ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം ഇപ്പോൾ നീരാട്ട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിധി ദിനത്തിലെ ആദ്യ പ്രതികരണം C കൃഷ്ണകുമാർ അല്പസമയത്തിനകം തന്നെ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പ് ഉള്ളത്. കാരണം വിധി എന്നുമ്പോൾ നമുക്കറിയാം 8 മണിക്ക് തന്നെ വിക്ടോറിയ നിന്നും അദ്ദേഹം വിധി എണ്ണുമ്പോൾ അദ്ദേഹം BJP ഓഫീസിൽ ഇരുന്നായിരിക്കും. കൃഷ്ണകുമാർ മാധ്യമങ്ങളെ അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നാളികേരൊക്കെ ഉടച്ച് തുടങ്ങി. പൂജാരി താമരയോട് കൂടിയിട്ടാണ് സ്വീകരിച്ചത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് പാലക്കാട്ട് താമര വിരിയും. ഇത് വിരിയും. സമയാവണ പോകുന്നല്ലോ. സൂര്യൻ ഉദിക്കും, താമര വിരിയും. ഇതുകൊണ്ടാണ് പോകുന്നത്. ഇതിനുശേഷം ഒരു പേരിന്റെ ഒപ്പം 3 അക്ഷരം കൂടി ചേർക്കുന്ന ഉണ്ടാവും. അങ്ങനെയോ? അതെ, പാലക്കാട്ടെ വോട്ടർമാരുടെ നിശ്ചയം അതാണ്. ഇത്തവണ NDAക്ക് പാലക്കാട് നിന്നും കേരള നിയമസഭയിൽ MLA ഉണ്ടാവണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഇന്നുണ്ടാവും. അത് ഞങ്ങൾ വിജയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കണ്ണാടിയും മാത്തൂരും പ്രായിരിയും 3 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ
ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. UDF കഴിഞ്ഞ തവണ വിജയിക്കാൻ സഹായിച്ച ആ 3 പഞ്ചായത്തുകളിലും ഇത്തവണ UDF പുറകിൽ പോവും. ഞങ്ങൾ വലിയ മുന്നേറ്റം ആ 3 പഞ്ചായത്തുകളും. നഗരസഭയിൽ യാതൊരു സംശയമില്ല. ഇന്നലെ LDF കാൻഡിഡേറ്റ് തന്നെ ഞങ്ങൾക്ക് പ്രവചിച്ചിരിക്കുന്ന ഭൂരിപക്ഷം 4000ആണ്. ഞങ്ങൾ 8000-ലധികം വോട്ടിന് പാലക്കാട് നഗരസഭാ പരിധിയിൽ 8000 മുതൽ 10000 വോട്ടിന് വരെ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അപ്പോഴും UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതിന് ഉത്തരക്കോട് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വലിയൊരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്, കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് BJPയെ ഭയപ്പെട്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയോട് അത്തരത്തിലുള്ള ഒരു എതിർപ്പൊന്നും പാലക്കാടില്ല. നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടിംഗ് പരിശോധിച്ചാൽ അറിയാം. 75% ആ നിലയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാറിനെയും BJPയും പാലക്കാട്ടത്തെ BJP നേതാക്കന്മാരെയും സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവർക്ക് ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്ന, അവരോടൊപ്പം നിന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വലിയൊരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും. മുനമ്പം വിഷയം പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. മുനമ്പത്തെ 2 മുന്നണികളും സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് ലഭിക്കും. 10 മണിയാകുമ്പോൾ ആഘോഷം തുടങ്ങും. 9 മണി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും. അല്ലേ, അതെല്ലാം പ്രവർത്തകരെല്ലാം തയ്യാറാക്കി റെഡിയായിട്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണയുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് UDF-നുണ്ടായിരുന്ന കഴിഞ്ഞ 2 ടേം ഇവിടെ MLA ആയിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് മത്സരിക്കുന്നത്. അതിൻ്റെ പ്ലസ് പോയിന്റ് ഇത്തവണ UDF-നില്ല. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് കോൺഗ്രസിനകത്ത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ടായിട്ടില്ല. പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിരുന്നത് 80-85% ലഭിച്ചിരുന്നത് UDF-നാണ്. ഇത്തവണ അത് അവർക്ക് ലഭിക്കില്ല. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിട്ടുള്ള സഹായം 3 പഞ്ചായത്തുകളിലും ലഭിച്ച UDF-നുള്ള സഹായം ഇത്തവണ ലഭിക്കില്ല. അങ്ങനെ നിരവധി മൈനസ് പോയിന്റുകളുണ്ട്. അതോടൊപ്പം തന്നെ പാതി വഴിയിൽ പാലക്കാട്ടുകാരെ ഉപേക്ഷിച്ചു പോയി, പാലക്കാട്ടുകാരെ വഞ്ചിച്ചു MLA എന്നുള്ള ചിന്ത വോട്ടർമാരുടെ ഇടയിലുണ്ട്. 13 വർഷം പാലക്കാടിൻ്റെ MLA ആയിരുന്നിട്ടും പാലക്കാടിനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത് പാലക്കാട് വോട്ടർമാരുടെ ഇടയിലുണ്ട്. ഇതെല്ലാം അവർക്ക് മൈനസും. ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ നഗരത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ NDA സർക്കാരും പാലക്കാടിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം വോട്ടർമാരുടെ കൺമുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ് പല ഘട്ടങ്ങളിലും. മുമ്പ് നേരത്തെ ഹരിയാനയിൽ ഈ ആഘോഷം തുടങ്ങി നിർത്തിവെച്ചത് കണ്ടു. അതിനുശേഷം മിണ്ടാതിരുന്ന ശേഷം പിന്നെ വീണ്ടും ആഘോഷങ്ങളിലേക്ക് വരുന്ന ഒക്കെ കാഴ്ച അത് കോൺഗ്രസിനുള്ള പാടാ. കോൺഗ്രസ്സുകാരെ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ വേണ്ട. അതാണ് എനിക്ക് കോൺഗ്രസ്, ഞങ്ങളല്ല ഹരിയാനയിൽ ആരംഭിച്ചത്, കോൺഗ്രസ് ആണ് ആരംഭിച്ചത്. അപ്പൊ കോൺഗ്രസ്സുകാരോടൊന്ന് പറയണം. അത് ഹരിയാനയിലെ ആദ്യം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ആഘോഷത്തിലേക്ക് പോയത്. അല്ല, ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ക്ഷമയുണ്ട്. ഞങ്ങൾ അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കും. ഈ കോൺഗ്രസ് പടക്കം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ആഘോഷം വിജയാഘോഷ ഗാനം പാട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതാ. ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും ചിലപ്പോ ഇല്ല, അത് വെയിലത്ത് വെച്ചാൽ പൊട്ടിക്കാൻ പറ്റും. ആ സമയത്ത് ഇന്ന് പൊട്ടിക്കേണ്ടി വരില്ല. ജില്ലാ ഓഫീസിലാണ് BJP. ഇല്ല, അത് ഇവര് ജില്ലാ ട്രഷറർ BJPയുടെ അദ്ദേഹമാണ് ഇലക്ഷൻ ഏജന്റ്. അദ്ദേഹം കൗണ്ടിങ് സ്റ്റേഷനുണ്ടാവും. സാധാരണ ഞങ്ങൾ പോവാറില്ല. ചെറിയൊരു നെഞ്ചെടുപ്പ്, ഒരു നെഞ്ചെടുപ്പില്ല. ഗണപതിയോട് പറഞ്ഞു, പലസേന മീൻകുളത്തി ഭഗവതിയോടും നീരാട്ട് ഗണപതിയൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്തല്ല, എല്ലാ ആഴ്ചയും ഞാൻ എത്തുന്നതാണ്. അതിൻ്റെ അത്രയേ ഉള്ളൂ ഈ ക്ഷേത്ര ദർശനത്തിന്. അല്ലാതെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ക്ഷേത്രത്തിലെത്തുക എന്നുള്ളത്, അത് നമ്മൾ ചില ആളുകളെ കണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ക്ഷേത്രത്തിലെത്തുക, കുറി തൊടുക, ഈ പരിപാടിയൊന്നും കൃഷ്ണകുമാറില്ല. കൃഷ്ണകുമാർ എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തും, കുറി തൊട്ടിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. അടുത്ത ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. C. കൃഷ്ണകുമാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ അവസാന നിമിഷത്തിലും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഇത്തവണ വിജയം ഉറപ്പിക്കും എന്ന തരത്തിൽ തന്നെയുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
അദ്ദേഹം രാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിലാണ്. അത് സാധാരണ ഒരു പതിവ് ആണ് ഒരു ക്ഷേത്ര ദർശനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം എന്നുള്ളത് ഒരു പതിവ് രീതി തന്നെയാണ്. സ്ഥിരമായി ക്ഷേത്ര ദർശനം സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ചിലർ ക്ഷേത്ര ദർശനം നടത്തുന്നു. പക്ഷേ താൻ ഇത് ഒരു ജീവിതത്തിൽ പതിവാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ക്ഷേത്ര ദർശനം നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം BJP ഓഫീസിൽ ഇരുന്നാണ് അദ്ദേഹം ഈ ഒരു കൗണ്ടിങ് അത് വോട്ടെണ്ണൽ കാണുക. അതിനുശേഷം മറ്റ് ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തവണ അനുകൂലമായി മാറുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അനുകൂലമായി മാറുന്ന നിരവധി ഘടകങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലെല്ലാം തന്നെ അടിത്തട്ടിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ കൂടുതൽ വോട്ടുകൾ ഇത്തവണ ലഭിക്കും എന്നൊരു ശുഭപ്രതീക്ഷ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 ഇടത് വലത് സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ മുനമ്പം പോലുള്ള വിഷയം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം മുനമ്പത്ത് നേരത്തെ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഏകദേശം 85% വരുന്ന ഈ ക്രിസ്ത്യൻ വോട്ടിലെ 85% വരുന്നത് എല്ലാം തന്നെ അത് UDF ക്യാമ്പിന് അനുകൂലമായിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇത്തവണ ഈ മുനമ്പം പോലുള്ള വിഷയങ്ങൾ അത് വളരെ ആത്മവിശ്വാസമാണ് അദ്ദേഹം ഈ നിമിഷത്തിലും വ്യക്തമാക്കിയത്.